ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു വലിയ മീം യുദ്ധം നടക്കുകയാണ്. പക്ഷേ പതിവ് രാഷ്ട്രീയ പോരല്ല ഇത് എന്നതാണ് ശ്രദ്ധേയം. ട്രോളുകളിൽ നിന്ന് ജന്മമെടുത്ത് പിന്നീട് വലിയ ഡിജിറ്റൽ വിപ്ലവമായി മാറിയ രണ്ട് പാരഡി പാർട്ടികളാണ് ഇപ്പോൾ നേർക്കുനേർ കൊമ്പുകോർക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് രാജ്യത്ത് വൻ ശ്രദ്ധ നേടിയ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തി ഓഗി ജനതാ പാർട്ടി അഥവാ OJPയും രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് പൂനെ സ്വദേശിയായ അഭിജിത്ത് ദീപ്കെ എന്ന യുവാവാണ് എക്സിൽ CJP ആരംഭിച്ചത്. നിലവിലെ രാഷ്ട്രീയ സംസ്കാരത്തെയും തൊഴിലില്ലായ്മയെയും ട്രോളാൻ തുടങ്ങിയ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വെറും 5 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ 1,85,00,000-ലധികം ഫോളോവേഴ്സിനെയാണ് സ്വന്തമാക്കിയത്. ഇതോടെ BJPയുടെയും കോൺഗ്രസിന്റെയും ഔദ്യോഗിക പേജുകളെ പോലും ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ മറികടന്ന് CJP ഇന്റർനെറ്റിൽ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. എന്നാൽ CJPയുടെ ഈ ജയഭേരിക്കിടെയാണ് അവർക്ക് ബദലായി OJP അഥവാ ഓഗി ജനതാ പാർട്ടി രംഗപ്രവേശം ചെയ്യുന്നത്. പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രമായ ഓഗിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിച്ച ഈ പാരഡി പ്രസ്ഥാനത്തിന്റെ ഇൻസ്റ്റഗ്രാം ബയോയിൽ പറയുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലെന്നാണ്. അതേസമയം കാർട്ടൂണിൽ ഓഗി പാറ്റകളെ തുരത്തുന്നത് പോലെയാണ് OJPയുടെ പ്രധാന ദൗത്യമെന്നാണ് പറയുന്നത്. എല്ലാത്തരം പാറ്റകളെയും കൊല്ലുക, അതായത് CJPയെ ഡിജിറ്റൽ ലോകത്ത് നേരിടുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് യുവാക്കൾ സ്വയം പാറ്റകളെന്ന് വിളിച്ച് അഭിമാനിക്കുന്നതിനെ OJP ശക്തമായി പരിഹസിക്കുന്നു. വാളുകളുടെ മൂർച്ചയാൽ രൂപപ്പെട്ട ഒരു ഭൂമിയിൽ ഇന്ന് യുവാക്കൾ സ്വയം പാറ്റകളെന്ന് വിളിക്കുന്നത് ഉയർന്ന തൊഴിലില്ലായ്മയുടെ ലക്ഷണമാണെന്നാണ് OJPയുടെ വിമർശനം. ഇപ്പോൾ വെറുമൊരു ട്രോൾ യുദ്ധത്തിനപ്പുറം CJP സ്ഥാപകന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ലക്ഷ്യം വെച്ചാണ് OJP നീങ്ങുന്നത്. CJP സ്ഥാപകൻ ആം ആദ്മി പാർട്ടിയുമായുള്ള അടുത്ത ബന്ധം OJP തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ്. ബോസ്റ്റണിലേക്ക് പോകുന്നതിന് മുൻപ് AAP നേതാവ് മനീഷ് സിസോദിയയ്ക്ക് ദീപ്കെ നന്ദി പറയുന്ന പഴയ സന്ദേശങ്ങളാണ് OJP ഇതിനായി ചൂണ്ടിക്കാണിക്കുന്നത്. ആപ്പിനോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്ന ഈ സന്ദേശം വഴി CJP തികച്ചും നിഷ്പക്ഷമല്ലെന്ന് വരുത്തി തീർക്കാനാണ് OJP ശ്രമിക്കുന്നത്. കേവലം പരസ്പരമുള്ള ട്രോളുകളിൽ ഒതുങ്ങാതെ ചില ഗൗരവമേറിയ സാമൂഹിക വിഷയങ്ങളിലും സംഘടനകൾ ഇടപെടുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് CJP രംഗത്തിറങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് നീതി വേണമെന്ന ആവശ്യവുമായി OJPയും ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ OJP ഒരു മൃഗാവകാശ പ്രകടന പത്രികയും പുറത്തിറക്കിയിട്ടുണ്ട്. പശുവിനെ അമ്മയെന്ന് വിളിക്കുകയും എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരായി മാറുകയും ചെയ്യുന്ന രാജ്യത്തെ വിരോധാഭാസത്തെ അവർ വിമർശിക്കുന്നു. മൃഗങ്ങളെ ഉപദ്രവിച്ചാൽ വെറും 50 രൂപ പിഴ ഈടാക്കുന്ന നിലവിലെ നിയമങ്ങൾ മാറണമെന്നും തെരുവ് മൃഗങ്ങൾക്ക് സൗജന്യ ചികിത്സയും കൂടുതൽ ഷെൽട്ടറുകളും ഉറപ്പാക്കണമെന്നും വെളുത്ത കുർത്തയിട്ട ഓഗിയുടെ ചിത്രങ്ങളിലൂടെ ഇവർ ആവശ്യപ്പെടുന്നു. പക്ഷേ കഥ ഓൺലൈനിൽ മാത്രം ഒതുങ്ങുന്നില്ല. തങ്ങളുടെ ശക്തി തെരുവിലുമുണ്ടെന്ന് പ്രഖ്യാപിച്ച് CJP കർണാടകയിൽ മനുഷ്യച്ചങ്ങലയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ അനുമതിയില്ലാതെ ഒത്തുകൂടിയാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഡിജിറ്റൽ ലോകത്ത് തുടങ്ങിയ രാഷ്ട്രീയ പോരാട്ടം തെരുവിലേക്ക് പടരുമ്പോൾ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചാണ് രാജ്യത്തിന്റെ പ്രധാന ചർച്ച. എന്തായാലും എക്സിൽ തങ്ങളെ മറികടന്നതോടെ CJPയെ BJP ഭയന്നിരിക്കുകയാണ്. ഇനി OJPയെ ഭയക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. എന്തായാലും ചോദ്യങ്ങൾ ഉയരുക തന്നെയാണ്. എന്നാൽ BJPയുടെ പ്രൊഡക്റ്റാണ് OJP എന്ന രീതിയിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്.